അപ്പോൾ പല ആൾക്കാരുടെ ഒരു സംശയമാണ് റൂട്ട് കനാൽ ചികിത്സ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണോ? ഒരു പല്ലിന് എത്ര പ്രാവശ്യം റൂട്ട് കനാൽ ചികിത്സ ചെയ്യേണ്ടതായിട്ട് വരും? ഇത് ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് റൂട്ട് കനാൽ എന്നുള്ളതാണ്. പല്ലിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളുണ്ട്. ഏറ്റവും പുറംചട്ടയായിട്ടുള്ളത് മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും കട്ടിയേറിയ കാഠിന്യമേറിയ വസ്തുവായിട്ടുള്ള ഇനാമൽ അല്ലെങ്കിൽ ദന്തകാചം എന്ന് പറയുന്ന ഇനാമൽ. അതിൻ്റെ ഉള്ളിലാണ് ദന്തവസ്തു അല്ലെങ്കിൽ ഡെൻറ്റീൻ. അതിൻ്റെ ഉള്ളിലാണ് ദന്തമജ്ജ അല്ലെങ്കിൽ ഡെൻ്റൽ പൾപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഡെൻ്റൽ പൾപ്പിനകത്താണ് നമുക്ക് ഈ സെൻസേഷനൊക്കെ കാരണമാവുന്ന രക്തക്കുഴലുകളും നാഡീവ്യൂഹങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേടിൻ്റെ പ്രോഗ്രഷനും ഇങ്ങനെയാണ്. ആദ്യം ഇനാമലിൽ വരും, വലിയ പ്രോബ്ലം ഉണ്ടാവില്ല, ചെറിയൊരു പെയിനായിട്ടൊക്കെ വന്നേക്കാം, അത് ചെറിയൊരു ഒരു ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ മാറുന്നുണ്ടാവും. രണ്ടാമത്തെ അപ്പോഴും നമ്മുടെ ആ ഒരു ചെറിയൊരു കേട് തുടങ്ങുന്നൊരു ബ്ലാക്ക് സ്പോട്ടായിരിക്കും. അതിന് മുന്നേ ആയിട്ട് ഒരു ചോക്കി വൈറ്റ് ലീഷൻ, നമ്മുടെ ചോക്ക് കൊണ്ട് വരച്ചതുപോലെയുള്ള ഒരു നേർത്ത വെളുത്ത പാടായിട്ടായിരിക്കും. അപ്പോഴും ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പ്രോഗ്രസ് ചെയ്യുന്നത് തടയാൻ പറ്റും. അതിനുശേഷം കടുകുമണി നിറത്തിൽ, ഒരു കടുകുമണിയുടെ സൈസിൽ കറുത്ത നിറത്തിൽ ഇനീഷ്യലി ഒരു ഇനാമൽ കേരീസ് ആയിട്ട് അല്ലെങ്കിൽ ഇനാമൽ സംഭവിക്കുന്ന കേടായിട്ട് തുടങ്ങുന്നുണ്ടാവും. രണ്ടാമത്തെ ഘട്ടത്തിൽ അത് അടുത്ത ഇതായിട്ട് ലെയറായിട്ടുള്ള ഡെൻറ്റീനിലോട്ട് പോവും. ഡെൻറ്റീനിലോട്ട് പോകുമ്പോൾ കാറ്റൊക്കെ തട്ടുമ്പോൾ അല്ലെങ്കിൽ ചൂട് തട്ടുമ്പോൾ തണുപ്പ് തട്ടുമ്പോഴൊക്കെ പുളിപ്പായിട്ടായിരിക്കും തോന്നുന്നത്, സെൻസിറ്റിവിറ്റി ആയിട്ടായിരിക്കും അവിടെ അനുഭവവേദ്യമാവുന്നത്. ആ സമയത്തും ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അടുത്ത ലെയറായിട്ടുള്ള ഏറ്റവും ഉള്ളിലായിട്ടുള്ള ദന്തമജ്ജയിലോട്ട് പോകുമ്പോഴാണ് ശരിക്കും അവിടെ ദന്തമജ്ജ വീക്കം സംഭവിക്കുന്നത്. മജ്ജയ്ക്ക് ഉണ്ടാകുന്ന നീർവീക്കത്തിനെയാണ് പൾപ്പ് എന്നാണ് പറയുന്നത്. പൾപ്പിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് പൾപ്പൈറ്റിസ് എന്ന് പറയുന്നത്. പൾപ്പൈറ്റിസ് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നീർവീക്കം ഉണ്ടാകുന്നത്. അപ്പോൾ നീർവീക്കം വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ ആ നീർവീക്കത്തിന് കാരണമാകുന്ന അണുബാധ സംഭവിച്ച ആ മജ്ജയെ നീക്കം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇനിഷ്യലി നമ്മുടെ ഫസ്റ്റ് 2 ലെയറിൽ മാത്രം ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് കനാലിൻ്റെ ആവശ്യമില്ല. ഇനി മറ്റൊരു കാര്യം എന്തിനൊക്കെ റൂട്ട് കനാൽ ചെയ്യണം? ഇതുപോലെ പൾപ്പിന് ഇൻഫെക്ഷൻ വരുമ്പോൾ അവിടെ കേട് വന്നിട്ട് ആഴത്തിലുള്ള ഒരു അണുബാധയായിട്ട് മാറുമ്പോൾ, പല്ല് പൊട്ടുമ്പോൾ, പല്ലിന് ഫ്രാക്ചർ സംഭവിക്കുമ്പോൾ പല രീതിയിൽ പൊട്ടാറുണ്ട്. നെടുകെയുള്ള ഫ്രാക്ചർ, രണ്ടായിട്ട് ഇങ്ങനെ ഇളകിയിരിക്കുന്നു, വെർട്ടിക്കൽ ഫ്രാക്ചർ എന്ന് പറയും. ആ കേസുകളിൽ പല്ലുകൾ ചിലപ്പോൾ റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ പല്ലിൻ്റെ പല ലെവലിലുള്ള ഫ്രാക്ചർ ഉണ്ട്. പല്ലിൻ്റെ തുമ്പ് വെച്ച് പൊട്ടുന്നുണ്ട്, പല്ലിൻ്റെ ഒരു പകുതി വെച്ച് പൊട്ടുന്നുണ്ട്, മിഡിൽ തേർഡ് ഫ്രാക്ചർ ഉണ്ട്, കൊറോണൽ തേർഡിലുള്ള ഫ്രാക്ചർ ഉണ്ട്, എപ്പൈക്കൽ തേർഡിലുള്ള ഫ്രാക്ചർ ഉണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഫ്രാക്ചേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ചില കേസുകളിൽ അത് പറ്റാത്ത കണ്ടീഷൻസും ഉണ്ടാകും. ഇനി നമ്മുടെ ഒരു പുതിയ ഒരുപാട് ഡെൻ്റൽ മെറ്റീരിയൽസ് വന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് എല്ലാ കേസുകളിലും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ വരുന്ന ഒരു പുതിയ കോൺസെപ്റ്റാണ്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ബയോ മൈമറ്റിക് ഡെൻറ്റിസ്ട്രി എന്ന് പറയും. ബയോ മൈമറ്റിക് എന്ന് പറഞ്ഞാൽ ബയോ മിമിക്രി എന്ന് പറയാറുണ്ട്. നമ്മുടെ ജൈവ അനുകരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണോ നമ്മുടെ നോർമലി ഉള്ള ഡെൻറ്റീൻ അല്ലെങ്കിൽ ദന്തവസ്തു ചെയ്യുന്നത് അതിനെ അനുകരിക്കാൻ കെൽപ്പുള്ള ചില സ്മാർട്ടായിട്ടുള്ള ഡെൻ്റൽ മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ IDS എന്നാണ് ടെക്നിക്കിന് പറയുന്നത്, ഇമ്മീഡിയറ്റ് ഡെൻറ്റീൻ സീലിംഗ് എന്ന് പറയും. ഇത് ഡെൻറ്റീനിൽ നിന്ന് മാറിയിട്ട് പൾപ്പിലോട്ട് പോകുന്നതിന് ചില കേസുകളിൽ മുൻപൊക്കെ ആൾക്കാർ പറയുമ്പോൾ പേഷ്യൻസ് പറയുന്ന അസഹ്യമായിട്ട് വേദന അല്ലെങ്കിൽ പുളിപ്പ് അനുഭവപ്പെടുമ്പോൾ ശരിക്കും എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അത് മജ്ജയിലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഐഡിയലി പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് ഇൻഡിക്കേറ്റഡ് അല്ല. പക്ഷേ പേഷ്യൻ്റ് ഈ നമ്മുടെ പുളിപ്പിനുള്ള മറ്റ് ചികിത്സയൊക്കെ ചെയ്തിട്ടും ഇത് ഫലപ്രദമല്ല എന്ന് കാണുന്നത് കൊണ്ട്, വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ റൂട്ട് കനാൽ ചികിത്സയിലോട്ട് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് ഈ ഇത്തരം മെറ്റീരിയൽസ് വരുന്നതിന് മുമ്പാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ IDS അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഡെൻറ്റീൻ സീലിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് അനാവശ്യമായിട്ടുള്ള റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റുകൾ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് IDS കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾപ്പ് ക്യാപ്പിംഗ് എന്നുള്ളൊരു പ്രക്രിയയാണ്. പൾപ്പ് ക്യാപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പൾപ്പിനെ വീണ്ടും ജനിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ നീർവീക്കമൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ചില മെറ്റീരിയൽസ് ഉണ്ട്. ആ മെറ്റീരിയൽസിനെ ഒരു ബേസ് ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് സ്മാർട്ടായിട്ടുള്ള ഡെൻ്റൽ റെസ്ട്രേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ഫില്ല് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഡെൻറ്റീൻ്റെ അതേ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള, അതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള, അതേ തിക്നെസ് ഒക്കെ തന്നെ ഉള്ള, അതേ ഫ്രാക്ചർ റെസിസ്റ്റൻസ് ഉള്ള, അതേ ടഫ്നെസ് ഉള്ള, അപ്പോൾ ഇത്തരത്തിലുള്ള പല ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഡെൻറ്റീന് തുല്യമായിട്ട് ഉള്ള സ്മാർട്ടായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് റൂട്ട് കനാൽ ചികിത്സ ഒഴിവാക്കിക്കൊണ്ട് നമുക്കതിനെ അടയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ടെക്നോളജിയാണ് നമ്മൾ ബയോ മൈമറ്റിക് റെസ്റ്റോറേഷൻസ്. അതായത് എന്താണോ നാച്ചുറലായിട്ട് നമ്മുടെ പല്ല് ചെയ്യുന്നത് ആ പല്ലിനെ അതുപോലെ തന്നെ നമുക്ക് അതിനെ ഒന്ന് മിമിക്രി ചെയ്യുകയാണ്, അതിനെ മിമിക് ചെയ്യുകയാണ്. അതിനെയാണ് ജൈവ അനുകരണം അല്ലെങ്കിൽ ബയോ മിമിക്രി എന്ന് പറയുന്നത്, ബയോ മൈമറ്റിക് മെറ്റീരിയൽസ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിലൊന്നും നിൽക്കാത്ത കേസുകളിൽ ശരിക്കും ആഴത്തിലെത്തിയിട്ട്
മൂന്നാമത്തെ ലെയർ ആയിട്ടുള്ള ഡെൻ്റൽ പൾപ്പിലോട്ട് അണുബാധ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ IDS അല്ലെങ്കിൽ ബയോമൈമെറ്റിക് ഡെൻറ്റിസ്ട്രിക്ക് അവിടെ നമുക്ക് ഒരു യൂസ് ഇല്ല. നമുക്ക് ശരിക്കും അവിടെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യണം. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പൾപ്പിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ജൈവ സൗഹാർദ്ദപരമായിട്ടുള്ള ഗട്ടാപർച്ച എന്ന് പറയുന്നൊരു വസ്തു ഉപയോഗിച്ചുകൊണ്ട് പല്ലിനെ അടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്തതിന് ശേഷം ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു തരത്തിലുള്ള സെൻസേഷൻസും അവിടെ ഉണ്ടാവില്ല. പക്ഷേ പല്ലെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പെരിഡോണ്ടൽ ലിഗമെന്റ് നഷ്ടപ്പെടാം. ഭാവിയിൽ അവിടെ വളരെ കോസ്റ്റ്ലി ആയിട്ട് ഡെൻ്റൽ ഇംപ്ലാന്റ്സ് ഒക്കെ പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. എപ്പോഴും നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പല്ല് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഹെൽത്ത് വൈസ് നോക്കുമ്പോഴും നിങ്ങളുടെ കോസ്റ്റ് വൈസ് നോക്കുമ്പോഴും പല്ല് എടുത്തിട്ട് പല്ല് വെക്കുക എന്ന് പറയുന്നത്, ഒരു പല്ല് പോയി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അത് ഉള്ള പല്ല് നിലനിർത്തുന്നതിൻ്റെ കോസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കോസ്റ്റ്ലി ആയിരിക്കും ഒരു പല്ല് വെക്കുക എന്ന് പറയുന്നത്. അതേസമയം റൂട്ട് കനാൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ മോണരോഗം ഉണ്ടെങ്കിൽ മോണരോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടോ ആരോഗ്യകരമായിട്ട് നമ്മുടെ സ്വന്തം പല്ല് തന്നെ നിലനിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 തവണ ചിലപ്പോൾ ആ ഒരു അപ്പോയിൻമെൻറ്റിനായിട്ട് വരേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷേ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ലോങ് സ്റ്റാൻഡിങ്ങിൽ ഫിനാൻഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഹെൽത്ത് ഒരു ബയോളജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് റൂട്ട് കനാൽ ചെയ്ത് നിലനിർത്തുക. പിന്നെ ചില ആൾക്കാർ ചോദിക്കാൻ റൂട്ട് കനാൽ 100% സക്സസ് ആണോ? 95 to 97% സക്സസ് ഉള്ള ട്രീറ്റ്മെൻ്റ് ആണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. 3% സക്സസ് ആകാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ചില കേസുകളിൽ വളരെ കേർവ്ഡ് ആയിട്ടുള്ള കനാൽസ് ഉണ്ടാവും. ചില കനാലുകൾ സ്ട്രെയിറ്റ് ആകണമെന്നില്ല, കേർവ്ഡ് ആയിരിക്കും. ചില കേസുകളിൽ അക്സസറി കനാൽസ് എക്സ്ട്രാസ് ഉണ്ടാകും. അതിൽ ഒക്കെ തന്നെ ലോഡ്ജ് ആയിട്ടിരിക്കുന്ന എൻറ്ററോകോക്കസ് ഫീക്കാലിസ്, ഈ ഫീക്കാലിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം അണുവുണ്ട്. ആ അണു വീണ്ടും അവിടെ ഇരുന്നിട്ട് ഇൻഫെക്ഷൻ വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ 3% ആൾക്കാരിൽ ചിലപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവിടെ തന്നെ റൂട്ട് കനാൽ ചെയ്ത പല്ലിൽ തന്നെ ഒരു ഇൻഫെക്ഷൻ ഉള്ളൊരു സാധ്യതയും നമുക്ക് എഴുതി തള്ളാനാകില്ല എന്നുള്ളതാണ്. അതായത് 3% ആൾക്കാരിൽ വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 95 മുതൽ 97% വരെയും സക്സസ് റേറ്റ് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തു പോരാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അത് ചില കേസുകളിൽ അധികം ഇൻഫെക്റ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ സിംഗിൾ സിറ്റിംഗ് ആയിട്ട് ഒറ്റ സിറ്റിംഗ് തന്നെ തീർക്കാൻ സാധിക്കും. ചില കേസുകളിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിറ്റിങ്സ് 2-3 സിറ്റിങ്ങിലായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. ഈ റൂട്ട് കനാൽ ചികിത്സ ചെയ്യുമ്പോൾ പല്ലിൻ്റെ ജലാംശം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ബ്രിട്ടിലാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ടത്തോടിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിന് ബലക്കാൻ വേണ്ടിയിട്ട് ഒരു ആവരണം കൂടി, ഒരു ക്യാപ്പ് കൂടി ഇടാനായിട്ട് പറയുന്നത്. ഇനി മുൻനിര പല്ലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റൂട്ട് കനാൽ ചെയ്ത പല്ലിനൊരു ഡിസ്കളറേഷൻ വരും, ഒരു ഇളം മഞ്ഞ നിറം അല്ലെങ്കിൽ ബ്രൗൺ നിറം വരും. അപ്പോൾ ചിരിക്കുമ്പോൾ ഒരു അഭംഗി ഉണ്ടാവും. അപ്പോൾ അത് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്യാപ്പിംഗ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. മുൻനിര പല്ലുകളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ലോഹമില്ലാത്ത, ലോഹവിമുക്തമായിട്ടുള്ള സിർക്കോണിയ ക്രൗൺസ് ആണ് ഏറ്റവും നല്ലത്. പിൻനിര പല്ലുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും സിർക്കോണിയ ക്രൗൺസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഉള്ളിൽ ലോഹവും പുറമേക്ക് പല്ലിൻ്റെ തരത്തിലുള്ള DMLS എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റൽ ലേസർ സിൻറ്റേർഡ് ടൈപ്പായിട്ടുള്ള ക്രൗൺസും നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. മുൻനിര പല്ലുകളാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കുറച്ചുകൂടി നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ലുക്കിനെ എൻഹാൻസ് ചെയ്യുന്ന മാക്സ് ക്രൗൺസും ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള ക്രൗൺസ് അവിടെ കൊടുക്കുക. അപ്പോൾ അറിയേണ്ടത് ഇത്രയാണ്, റൂട്ട് കനാൽ ചികിത്സ എന്ന് പറയുന്നത് ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് ഇൻഫെക്ഷൻ മാറ്റി അണുബാധയുള്ള ഭാഗത്തിനെ ജൈവ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു വസ്തു വെച്ചിട്ട് അടച്ചെടുക്കുന്ന ഒരു ലഘുവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തു പോരാവുന്നതാണ്. പിന്നെ ഞാൻ നോർമലി ആദ്യം പറഞ്ഞു പല്ല് പൊട്ടലിനും അതോടൊപ്പം തന്നെ പല്ല് കേട് വരുമ്പോഴാണ് ചെയ്യുന്നത്. ചില കേസുകളിൽ നമ്മൾ ഇൻറ്റൻഷണൽ RCT, ഇപ്പോൾ സ്മൈൽ ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പല്ല് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തൊട്ടടുത്ത പല്ലിൽ നിന്നും ബലം എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ ആ പല്ലിനെ നമ്മൾ രാഗി ചെറുതാക്കുമ്പോൾ അവിടെ ഭാവിയിൽ വരാവുന്ന പുളിപ്പോ വേദനയോ ഒക്കെ ഒഴിവാക്കാനായിട്ട് ചില കേസുകളിൽ ഇൻറ്റൻഷനലായിട്ട് ഒരു പ്രോബ്ലം ഇല്ലാത്ത പല്ലിനും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അത് ചെയ്യുന്ന കണ്ടീഷൻസും ഉണ്ട്. വെനീർ പോലെയുള്ള കേസുകളിൽ മിനിമൽ ടൂത്ത് പ്രിപ്പറേഷൻ ആണെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. അപ്പം നമ്മളുടെ ടേക്ക് ഹോം പോയിൻറ്റ്സ് എന്ന് പറയുന്ന ഇതാണ്, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് വളരെ ലഘുവായിട്ടൊരു ചികിത്സയാണ്. പക്ഷേ നമ്മൾ അതിന് ശേഷം പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പാലിക്കേണ്ട അത്യാവശ്യമാണ്. എല്ലാ പല്ലുകളിലും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ബയോമൈമാറ്റിക് ഡെൻറ്റിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ചില കേസുകളെങ്കിലും പണ്ട് റൂട്ട് കനാൽ വേണ്ടിയിരുന്ന കേസുകളൊക്കെ കുറേയൊക്കെ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് സ്മാർട്ട് ഡെൻ്റൽ മെറ്റീരിയൽസിൻ്റെ വരവോടെ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ചുരുക്കം ചില കേസുകളിൽ നമുക്ക് അതിൻ്റെ കൂടെ സർജിക്കലായിട്ടുള്ള ചില ഓപ്ഷൻസും പോകേണ്ടതായിട്ട് വരും. ഇപ്പോൾ റൂട്ട് കനാൽ മാത്രം ചെയ്ത് ചില കേസുകൾ സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പല്ലിൻ്റെ വേരിൻ്റെ അറ്റത്ത് അണുബാധ മൂർച്ഛിച്ചിട്ട് അത് സിസ്റ്റായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ റൂട്ടിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ട് എപ്പിസെക്ടമി പോലെയുള്ള ചില മൈനർ സർജറീസ് കൂടി അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്തു പോരാവുന്ന വളരെ ലഘുവായിട്ടുള്ള ഒരു ഔട്ട് പേഷ്യൻറ്റ് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. നമസ്കാരം.